സുഹൃത്തുക്കളെ നമസ്കാരം. ഞങ്ങൾ വെർട്ടിക്കൽ രീതിയിൽ ചെയ്തൊരു പയർ കൃഷി കേട്ടോ. ഇതുണ്ടല്ലേ, കവുങ്ങിന്റെ കാല് നാട്ടി കൊടുത്തിട്ട് അതിൽ പന്തൽ കയറ്റി വിടുക. ഇതൊരു 3-4 മാസമായി നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തീരെ സ്ഥലമില്ലാത്തവർക്ക് പോലും 2-3 കമ്പ് കുത്തി കൊടുക്കുക. നമ്മൾ ശിഖരങ്ങളില്ലേ, മരത്തിന്റെ ശിഖരം, ആ കുത്തി കൊടുത്തിട്ട് 2-3 മൂടും നട്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പയറാവും കേട്ടോ. ഇത് കണ്ടില്ല, ഇതൊക്കെ കാഴ്ച വെക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പൊ ഞാൻ സിറ്റിയിൽ താമസിക്കുന്ന ആളുകളെയാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പറയാൻ വേണ്ടി കാരണം നമുക്കറിയാം എല്ലാവർക്കും സ്ഥലപരിമിതി ഉള്ളവരാണല്ലേ. എന്നാലും പയറൊക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. അത് കണ്ടില്ലേ, കാഴ്ച വെക്കുന്ന തത്തയുടെ ശല്യമുണ്ട്, പുഴുവിന്റെ ശല്യമൊക്കെ ഉണ്ട്. എന്നാലും നമ്മളത് മേക്കപ്പ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. കണ്ടില്ലേ, നല്ല ഫ്രഷ് പയർ കണ്ടില്ലേ. ഇതാണ് സത്യം പറഞ്ഞാൽ മീറ്റർ പയർ എന്ന് പറഞ്ഞല്ലേ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വന്ന് ഇവിടം വരെ എത്തുമ്പോൾ 1 മീറ്റർ, അപ്പൊ 3/4 മീറ്റർ മിച്ചമുണ്ട് അല്ലേ. ഇതാണ് മീറ്റർ പയർ കണ്ടില്ലേ. ഇതേപോലെയൊക്കെ നമുക്ക് വിളയിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു ചെറിയൊരു പരിശ്രമം മതി. കണ്ടില്ലേ. അപ്പൊ ഇന്ന് 2-3 ദിവസത്തേക്കുള്ള പയറുണ്ട്. നേരത്തെ ഞാൻ പയർ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത്രയും പയറിന്ന് കിട്ടിയതാണ്. ചിലത് കണ്ടില്ലേ, തത്തയുടെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കണേ ഇതാണ് ഇതുണ്ട്, തത്തയൊക്കെ തിന്നിട്ട് കൊത്തിയിട്ട് വന്ന. സത്യം പറഞ്ഞാൽ ഇതാ തത്ത, പയർ, പുഴുവിന്റെ ശല്യങ്ങളുണ്ട്. എന്നാലും വേണ്ടില്ല, നമുക്കറിയാം നമ്മൾ ഒരു കീടനാശിനി അടിച്ചിട്ടില്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ തന്നെ ഓരോരുത്തരും അവനവന് വേണ്ടുന്ന ഇതേപോലെ പയറൊക്കെ കൃഷി ചെയ്താൽ നല്ല വിളവ് കിട്ടും. അപ്പൊ ഇത് കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ നിങ്ങൾക്ക്. അപ്പൊ എല്ലാവർക്കും ഇതേപോലെ ഒരു ചെറിയ വീടിന് ഒരു കോണിലൊക്കെ ഒരു കമ്പ് കുത്തി കൊടുക്കുന്നുണ്ട്, കാല് കൊടുക്കുന്നുണ്ടല്ലേ, ഈ കാല്. എന്നിട്ട് ഇതിലൊരു കയറ്റി വിട്ടാൽ മതി. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഈ പന്തൽ തന്നെയാണ് കക്കിരി ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഒത്തിരി ആളുകൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേര് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പന്തലിൽ തന്നെ ഇത് കയറ്റി, പയർ കയറ്റി. ഇപ്പൊ ഒരു 3 മാസത്തോളായി. അത്യാവശ്യം നമുക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നതിന് എന്താ വളമിടുന്നതെന്ന്, അതാണ് ഇനിയും പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പയറ് നട്ടിട്ട് അടിവളമായിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പുമണ്ണൊക്കെ ഇട്ട് നട്ടുകുഴിയിൽ നട്ടു ഒരു തടത്തിൽ ഒരു 2-3 ഒക്കെ നട്ടേക്കണം പയർ. ചിലപ്പോൾ ഒരെണ്ണമൊക്കെ പോയെന്ന് വരും. അത് നട്ട് ഇതിന് കയറി വരുന്നത് നമ്മൾ പന്തലേക്ക് കയറ്റി കൊടുക്കുക. ഇതേപോലെ പന്തലുണ്ടല്ലേ, പന്തല് നിറയെ കയറ്റി കൊടുക്കുക. പിന്നെ കൊടുക്കുന്ന വളം നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ടുന്ന വളം ഉണ്ടാക്കാൻ പറ്റും. അതാണ് പ്രധാനമായിട്ട് തരുന്നത്. അതാണ് ഞാൻ ചെയ്തത്. ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഉള്ളിത്തൊലി കണ്ട, ഈ ഉള്ളിത്തൊലി, അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിന്റെ, ഏത് പഴത്തിന്റെ ആണെന്ന് വേണ്ടില്ല, പഴത്തിന്റെ തൊലി, ഇതെല്ലാം കൂടി ഒരു കുപ്പിയിലിട്ട് വെക്കുക, വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 48 മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് ചെയ്യും. ഈ ചീഞ്ഞതിന്റെ സ്ലെറി എടുത്തിട്ട് ഈ പയറിന് ഒഴിച്ചു കൊടുക്കുക. പയറിനും വെണ്ടയ്ക്കും വഴുതനയ്ക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കുക. തടത്തിൽ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട്. പിന്നെ അത് വേണമെങ്കിൽ അരിച്ചിട്ട് ഒരു സ്പ്രെയറിലാക്കിയിട്ട് ഇലകളിൽ തളിച്ചു കൊടുക്കാം. കാരണം ഇതിനകത്ത് പൊട്ടാസ്യം ധാരാളമാണ്. പൊട്ടാസ്യം ഉണ്ട്, യൂറിയ ഉണ്ട്. ചെടി വളരാൻ വേണ്ടി ഒത്തിരി മൈക്രോ ന്യൂട്രിയന്റ് വേണം അല്ലേ. അതിനൊക്കെ വേണ്ട സാധനം ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചേർക്കുക. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നൊരു വളം എന്ന് പറഞ്ഞാൽ മുട്ടത്തോടില്ലേ, നമുക്ക് ഡെയിലി കോഴിമുട്ട കഴിക്കുന്നവരല്ലേ. കോഴിമുട്ട അതിന്റെ തോട് ശേഖരിച്ച് വെച്ചിട്ട് ഇതും നമ്മൾ ചായച്ചണ്ടിയും കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിക്കും. അതും ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നനച്ചു കൊടുക്കും. ഇതാണ് പ്രധാനമായിട്ട് വളം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.